വസ്ത്രവ്യാപാരശാലയിൽ വൻ തീപിടുത്തം. കോൺഗ്രസിനകത്തെ സംഘപരിവാർ മനസ്സിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ച ആശങ്ക നിസ്സാരമല്ലെന്ന് ബിനോയ് വിശ്വം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വസ്ത്രവ്യാപാരശാലയിൽ വൻ തീപിടുത്തം. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലാണ് വൈകിട്ട് 5:30 തീ പടർന്നത്. ആളപായമില്ലെന്നാണ് വിവരം. അഗ്നിരക്ഷാസേനയുടെ 5 യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കടയിൽ തീ പടർന്നപ്പോൾ തന്നെ ആളുകൾ ഓടി മാറിയെന്ന് നാട്ടുകാർ പറഞ്ഞു. 3 നില കെട്ടിടത്തിനാണ് തീ പിടിച്ചത്. സംഘപരിവാർ മനസ്സിനെ കുറിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ച ആശങ്ക നിസ്സാരമല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കോൺഗ്രസിലെ സംഘപരിവാർ ചിന്താഗതിക്കാരുടെ തലപ്പത്ത് വരാനുള്ള ശ്രമമാണ് തരൂർ നടത്തുന്നത്. ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്നവരെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നന്നായി അറിയാവുന്ന പാർട്ടിയാണ് BJP. തീവ്രവാദത്തിനെതിരായ യുദ്ധം പോലും അവർ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെന്നും ബിനോയ് വിശ്വം എക്സിൽ കുറിച്ചു. വലിയ ഇടയന്റെ പാലിയവും സ്ഥാനമോതിരവും ഏറ്റുവാങ്ങി വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി മാർപ്പാപ്പ സ്ഥാനമേറ്റു. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് പരമാധ്യക്ഷനായി ലിയോ 14 മാർപ്പാപ്പ ചുമതലയേറ്റു. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ വത്തിക്കാനിലെത്തിയേക്കുമെന്നും സൂചനകളുണ്ട്. ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ മുതൽ മഴ സജീവമാകാൻ സാധ്യതയെന്ന പ്രവചനം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭീകരതയെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ വിശദീകരിക്കാനുള്ള കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘത്തിലേക്കുള്ള ക്ഷണം സ്വീകരിച്ച ശശി തരൂരിനെ വിമർശിച്ച KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗമെന്ന നിലയിൽ തരൂർ എല്ലാ കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കണം. ശശി തരൂർ പാർട്ടിയെ തള്ളിപ്പറഞ്ഞു മുന്നോട്ടു പോകരുതെന്നും അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഭക്ഷ്യവിഷബാധ. പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. ഇതിന് പിന്നാലെ 83 വിദ്യാർത്ഥികൾ ചികിത്സ തേടി. ആരുടെയും നില ഗുരുതരമല്ല. കഴിഞ്ഞ വ്യാഴാഴ്ച ഹോസ്റ്റലിൽ ഉണ്ടാക്കിയ ബട്ടർ ചിക്കനിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ഒരു കാരണവുമില്ലാതെ ED ഉദ്യോഗസ്ഥൻ മാനസികമായി പീഡിപ്പിച്ചുവെന്നും കൂടുതൽ പേർക്ക് കേസിൽ പങ്കുണ്ടെന്നും അഴിമതി കേസിലെ പരാതിക്കാരൻ അനീഷ് ബാബുവിന്റെ വെളിപ്പെടുത്തൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ രാധാകൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥനാണ് മാനസികമായി ഏറെ പീഡിപ്പിച്ചത്. ഫോണിലൂടെയാണ് ഇടനിലക്കാരനായ വിൽസൺ ആദ്യം ബന്ധപ്പെട്ടത്. ED ഓഫീസിൽ നടന്നതായി എല്ലാം വിൽസനാണ് ഫോണിലൂടെ അറിയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ശിവസേന സ്ഥാപകൻ ബാൽ താക്കറെയും NCP നേതാവായിരുന്ന ശരത് പവാറുമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെയും അന്നത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷായെയും അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിച്ചതെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് MP അഭിപ്രായപ്പെട്ടു. UPA സർക്കാരിൽ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്നുവെന്ന പവാർ. ഗുജറാത്ത് ഗോദ്ര കലാപം അടക്കം നിരവധി കേസുകളിൽ മോദിയെയും അമിത് ഷായും അന്വേഷണം നേരിട്ടിരുന്നുവെന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞു. വാൽപ്പാറയിൽ സർക്കാർ ബസ് ഹെയർപിൻ തിരിയുമ്പോൾ നിയന്ത്രണം വിട്ട കുഴിയിലേക്ക് മറിഞ്ഞ 29 പേർക്ക് പരിക്ക്. ഇതിൽ 14 പേരുടെ നില ഗുരുതരമാണ്. തിരുപ്പൂരിൽ നിന്നും വാൽപ്പാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് മറിഞ്ഞത്. 10 അടി ആഴത്തിലുള്ള കുഴിയിലേക്കാണ് ബസ് മറിഞ്ഞത്. സ്വീകരിച്ച വ്യക്തിക്ക് പട്ടികജാതി സാമുദായിക പദവി നൽകുന്നത് ഭരണഘടനയോടുള്ള വഞ്ചനയാണെന്ന് മദ്രാസ് ഹൈക്കോടതി. പട്ടികജാതി സംവരണ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കന്യാകുമാരി തെരൂർ പഞ്ചായത്തിലെ വനിതാ ചെയർപേഴ്സണെ അയോഗ്യയാക്കിയ വിധിയിലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.